ഹായ് ഓൾ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +1 മാത്സിലെ ചാപ്റ്റർ 4 പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് വഴി അറിയിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് തുടങ്ങാം. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് ചോദിക്കുക. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പി ഓഫ് എൻ എന്ന് പറയുന്നത് 1 + 3 + 3 സ്ക്വയർ + എക്സെട്ര + 3n-1 ഈക്വൽ ടു 3n-1 ഡിവൈഡഡ് ബൈ 2 എന്നാണ് തന്നിരിക്കുന്നത്. ആണല്ലോ. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സാധനം പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആകെ കാണേണ്ടത് പി ഓഫ് 1 കാണണം, പി ഓഫ് കെ നമ്മൾ അസ്യൂം ചെയ്യണം ട്രൂ ആണെന്ന് പറഞ്ഞിട്ട്, ദെൻ പി ഓഫ് കെ + 1 കാണണം. ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് കാണേണ്ടത്. പി ഓഫ് കെ + 1 നമ്മൾ പ്രൂവ് ചെയ്ത് കൊണ്ടുവരും വേണം. ഓക്കെ ആണല്ലോ. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത്. ഏത് തന്നാലും ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ ചോദിക്കും, ഷോ ദാറ്റ് പി ഓഫ് 1 ഈസ് ട്രൂ എന്ന് പറഞ്ഞ തരികയാണെങ്കിൽ ഓക്കെ, നമ്മൾ ആദ്യം കണ്ട് പി ഓഫ് 1 ഈസ് ട്രൂ ആണെന്നുള്ളതാണ്. ഇനി അല്ല, നേരിട്ട് ചോദിക്കുകയാണ് പ്രൂവ് ദ ക്വസ്റ്റ്യൻ പി ഓഫ് എൻ 1 + 3 + എക്സെട്ര, ആ ക്വസ്റ്റ്യൻ തന്നിട്ട് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാലും അത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങനെ പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് എന്തിനാണ്? ആദ്യം പി ഓഫ് 1 ട്രൂ ആണെന്ന് തെളിയിക്കണം, പിന്നെ പി ഓഫ് കെ അസ്യൂം ചെയ്യണം ട്രൂ ആണെന്ന് പറഞ്ഞിട്ട്, പിന്നെ പി ഓഫ് കെ + 1 നമ്മൾ പ്രൂവ് ചെയ്യണം. ഇത് തന്നെയാണ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ എ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. പി ഓഫ് 1 കണ്ടു നോക്കാം. എന്താണ് പി ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ അർത്ഥം? ഇത് ഒന്നാമത്തെ സംഖ്യ, ഇത് രണ്ടാമത്തെ സംഖ്യ, ഇത് മൂന്നാമത്തെ സംഖ്യ, ഇത് നാലാമത്തെ, അങ്ങനെ ഇത് n-ാമത്തെ സംഖ്യ എന്നുള്ളതാണ് അർത്ഥം അല്ലെ. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സംഖ്യ എഴുതുക എന്നാണ് അർത്ഥം. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരിക? ഇവിടെ ഈക്വൽ ടു എന്നല്ല ഇടുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ ഈക്വൽ ടു എന്നായിട്ട് പി ഓഫ് 1 ഇങ്ങനെ ഒരു കോളം ഇട്ടാൽ മതി. പി ഓഫ് 1. ഓക്കെ, പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പി ഓഫ് n എന്ന് പറയുമ്പോൾ n-ാമത്തെ ഡിജിറ്റ് വരെ എഴുതുക എന്നുള്ളതാണ്. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആദ്യത്തെ സംഖ്യ എടുത്ത് എഴുതുക എന്നുള്ളതാണ്. ആദ്യത്തെ സംഖ്യ ഏതാണ്? 1 ആണ് അല്ലെ. സോ പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്. ഇനി ഈക്വൽ ടു ഇതാണോ എന്ന് നമ്മൾ നോക്കണം. അതായത് n-ന് എന്തിട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. അപ്പൊ 3^1 - 1/2 എന്ന് പറയുന്നത് ഈ 1 തന്നെയാണോ നോക്കണം. 3^1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ് അല്ലെ. 3 - 1/2 എന്ന് പറയുമ്പോൾ എത്ര തന്നെയാണ്? 3 - 1 എന്ന് പറയുമ്പോൾ 2 ആണ്. 2/2 = 1 ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ കിട്ടിയതും 1, ഇവിടെ കിട്ടിയതും 1. അപ്പൊ നമുക്ക് പി ഓഫ് 1 ട്രൂ ആണെന്ന് പറയാലോ. പി ഓഫ് 2 ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പി ഓഫ് 2 ആണ് ചിലപ്പോൾ ചില ചോദ്യങ്ങൾ പി ഓഫ് 2 കാണാൻ പറയും. എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ആദ്യത്തെ 2 എലമെന്റ്സ് എടുക്കുക, 1 + 3. ഓക്കെ, അപ്പൊ ആദ്യത്തെ 2 പി ഓഫ് 3 ആണ് ചോദിക്കുന്നെങ്കിൽ 3 1 + 3 + 3 സ്ക്വയർ എടുക്കണം. എന്നിട്ട് അതെല്ലാം കൂടെ എത്രയാണെന്ന് കാണണം. എന്നിട്ട് ഈക്വൽ ടുവിന് ശേഷമുള്ളതിൽ ഇവിടെ എന്തിട്ട് കൊടുക്കണം? പി ഓഫ് 3 ആണെങ്കിൽ 3³ - 1/2 എന്നിട്ട് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് കണ്ടുപിടിക്കണം. അതായത് ഇത്രേ ഉള്ളൂ. ഈ ഈക്വൽ ടുവിന് ഇപ്പുറത്ത് കിടക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലെ ഈക്വൽ ടുവിന് ഇപ്പുറത്ത് കിടക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് 5 ആണ് ചോദിക്കുന്നെങ്കിൽ ഇതിലത്തെ ആദ്യത്തെ 5 സംഖ്യകൾ എടുത്ത് എഴുതുക. പി ഓഫ് 6 ആണ് ചോദിക്കുന്നെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ 6 സംഖ്യകൾ എടുത്ത് എഴുതുക. അതാണ് അർത്ഥം. ഓക്കെ, പി ഓഫ് 6 ആണ് ചോദിക്കുന്നെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? n-ന് 6 ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ പി ഓഫ് 1 കണ്ടു. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും 1 കിട്ടിയേ. therefore നമ്മൾ എഴുതി പി ഓഫ് 1 ഈസ് ട്രൂ എന്ന് നമ്മൾ എഴുതി. അപ്പൊ നമ്മൾ ഷോ ചെയ്തു എന്ത്? പി ഓഫ് 1 ട്രൂ ആണ് അല്ലെ. ഇനി ബി ക്വസ്റ്റ്യനിലേക്ക് വരൂ. പ്രൂവ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദാറ്റ് പി ഓഫ് n ഈസ് ട്രൂ ഫോർ ഓൾ n എലമെന്റ് ഓഫ് n എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. സോ പി ഓഫ് n എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും എന്താണ്? ഇതേപോലെ തന്നെ ട്രൂ ആണ്. പി ഓഫ് 1 പോലെ തന്നെ ട്രൂ ആണ് നമ്മൾ തെളിയിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴിയാണ് പ്രൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം പി ഓഫ് 1 ഇവിടെ കണ്ടുകൊണ്ട് പി ഓഫ് 1 കാണണ്ട, പകരം നമ്മൾ എന്തെടുക്കണം? പി ഓഫ് കെ നമ്മൾ എടുക്കുന്നു. പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ എന്താണ്? n-ന്റെ സ്ഥാനത്തൊക്കെ k ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ എന്ത് വരും? 1 + 3 + 3 സ്ക്വയർ + എക്സെട്ര + 3^k-1. കാരണം n-ന്റെ സ്ഥാനത്ത് ഇവിടെ n-1 ആയിരുന്നു, ഇവിടെ k-1 ഈക്വൽ ടു എത്രയായിരിക്കും? 3^(k-1/2) എന്ന് നമ്മൾ എടുത്തു അല്ലെ. എന്നിട്ട് നമ്മൾ ചെയ്തു എന്ത് ചെയ്തു? അസ്യൂം ദാറ്റ് നമ്മൾ അസ്യൂം ചെയ്യാണ് P of K is true. നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു?
പി ഓഫ് കെ ട്രൂ ആണെന്ന് നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് പി ഓഫ് കെ കാണണം. പി ഓഫ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഉള്ള സ്ഥാനത്തൊക്കെ കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം പി ഓഫ് കെ ട്രൂ ആണെന്ന്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പില് പി ഓഫ് കെ പ്ലസ് 1 ആണ് കാണേണ്ടത്. ഓക്കെ, പി ഓഫ് കെ പ്ലസ് 1. പി ഓഫ് കെ പ്ലസ് 1 കാണുന്ന സമയത്ത് ശ്രദ്ധിക്കാം, ആദ്യം നമ്മൾ ഇങ്ങനെ എഴുതി പോവാം. എന്താണ്, പി ഓഫ് കെ വരെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കെ പ്ലസ് 1 എന്ന് പറയുമ്പോൾ കെ കഴിഞ്ഞുള്ള തൊട്ടടുത്ത ടൈമാണ് അല്ലെ. അപ്പൊ 1 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര. അങ്ങനെ കെത്ത് ടൈം എന്താ കിട്ടിയേക്കണം, 3 - k - 1 ആണ് കെത്ത് ടൈം കിട്ടിയേക്കണം. അപ്പൊ കെ പ്ലസ് 1 ടൈം എന്തായിരിക്കും കിട്ടുക, തൊട്ടടുത്തുള്ള ടൈം കെയുടെ സ്ഥാനത്ത് എന്ത് വരും, കെ പ്ലസ് 1 വരും അല്ലെ. എന്നിട്ട് -1 എന്ന് വരും അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്ത്, കെ പ്ലസ് 1 - 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 - 1 0 ആയി പോകും. 3 മാത്രമായിരിക്കും വരിക അല്ലെ. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ കെക്ക് എന്താണോ കിട്ടിയത് അത് തന്നെ ആദ്യം എഴുതുക. എന്നിട്ട് നമ്മൾ ഇവിടെ കെ പ്ലസ് 1 ടേം ആയിട്ട് എന്താണോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്ത് കൊടുത്ത് അതേ വാല്യൂ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് 3 - k + 1 - 1 എന്ന് പറയുമ്പോൾ 3 k ആണ് നമ്മൾ ആഡ് ചെയ്തത് അല്ലെ. അപ്പോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ 3 k ആഡ് ചെയ്തു, അല്ല റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ 3 k ആഡ് ചെയ്തു. അതായത് നമ്മൾ ഒരു ഇക്വേഷൻ നമ്മൾ സാധാരണ ചെയ്യാറുണ്ടല്ലോ, അവിടെയും ഇവിടെയും ഒരേ വാല്യൂ ആഡ് ചെയ്യുന്നത് അല്ലെ. എന്നിട്ട് നമ്മൾ ഇതിനെ പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. ശരിക്കും k + 1 ടൈം ആവുമ്പോൾ എന്താ ആൻസർ വരേണ്ടത്, 3 ഈ കെയുടെ സ്ഥാനത്ത് k + 1 - 1/2 എന്ന് കിട്ടണം. അപ്പൊ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് അങ്ങനെയാണ് എന്ന് പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യും എന്നതാണ് സംഭവം. ഇപ്പൊ നമുക്ക് ഇവിടെ ഒന്നും കൂടെ ഞാൻ എടുത്ത് എഴുതുകയാണ് അവസാനം, കാരണം ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. 3 k - 1/2 പ്ലസ് 3 k ആണ് നമ്മുടെ എന്ത് വന്ന് റൈറ്റ് ഹാൻഡ് സൈഡ് വന്നു അല്ലെ. ഇനി നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ പോവാണേ. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം, നമുക്കറിയാം രണ്ട് ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം, ഇതാ ഇങ്ങനെ ക്രോസ് ചെയ്യണം അല്ലെ. അപ്പൊ എന്ത് വരും, 3 k - 1 into 1 എന്ന് പറയുമ്പോൾ എന്ത് വരും, 3 k - 1 എന്ന് തന്നെ വരും അല്ലെ. പ്ലസ് 2 into 3 k എന്ത് വരും, നമുക്ക് തൽക്കാലം 2 into 3 k എന്ന് തന്നെ എഴുതാം. ഓക്കെ, ബൈ 2 into 1 എത്ര വരും, 2 എന്ന് വരും അല്ലെ. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പറ്റില്ല നോക്കി, ഇവിടെ ഒരു 3 k ഉണ്ട്, ഈ 2 into 3 k ഒരു 3 k ഉണ്ട് അല്ലെ. അപ്പൊ ഞാൻ അതിന്ന് രണ്ടെന്നും 3 k ഞാൻ പുറത്തേക്ക് എടുത്തു. ഓക്കെ, എവിടെയൊക്കെ 3 k ഉണ്ട് നോക്കാം, അവിടെ നമുക്ക് 3 k പുറത്തേക്ക് എടുക്കാം. ഇനി 3 k പുറത്തു വന്നാ 3 k നിന്ന് 3 k പുറത്തു വന്നാ ബാക്കി 1 ഉണ്ടാവും അല്ലെ. പ്ലസ് 2 into 3 k 3 k പുറത്തു വന്ന ബാക്കി എന്താ ഉണ്ടാവുക, 2 ആണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ 1 + 2 എന്ന് വന്നു. -1 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. ഇനി എന്ത് വരും, 3 k into 1 + 2 എത്ര വരിക, 3 അല്ലെ. -1/2 എന്ന് വരും. ദാറ്റ് ഈസ് എന്താണ്, a⁻m into a⁻n എന്ന് പറഞ്ഞ ആൻസർ a⁻m into a⁻n. ഞാൻ ഇവിടെ മാറ്റി എഴുതാണേ. എന്താണ് a⁻m into a⁻n എന്ന് പറഞ്ഞ ആൻസർ a⁻m + n ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ 3 k into 3 എന്ന് വെച്ചാൽ 3 ന്റെ ആൻസർ എന്തായിരിക്കും, 3 k + 1 - 1 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. നമ്മൾ പ്രൂവ് ചെയ്തോ. ശരിക്കും k + 1 ടൈം എന്തായിരുന്നു വരേണ്ടത്, ശരിക്കും പറഞ്ഞാൽ k + 1, ഈ കെയുടെ സ്ഥാനത്ത് k + 1 ആണ് കൊടുക്കേണ്ടതെങ്കിൽ ഇവിടെ വരേണ്ടത് എന്തായിരുന്നു, 3 k + 1 - 1/2 എന്നായിരുന്നു വരേണ്ടത്. നമ്മളിവിടെ അത് നേരിട്ട് എടുക്കാതെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണോ ആഡ് ചെയ്ത് അത് തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് കൊണ്ടുവന്ന് എത്തിച്ചപ്പോ എന്ത് തന്നെയായി, 3 k + 1 - 1 ഡിവൈഡഡ് ബൈ 2 എന്ന് തന്നെ കിട്ടി അല്ലെ. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാം therefore p of k + 1 is also true അല്ലെ. എന്തിനാണ്, p of k + 1 is also true എന്ന് നമുക്ക് കിട്ടി. therefore p of k നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് ട്രൂ ആണെന്ന്, p of k + 1 കണ്ടപ്പോൾ നമുക്ക് അത് ട്രൂ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എഴുതാം therefore എന്തെഴുതാം, by principle of mathematical induction. ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് എഴുതേണ്ടതാണ് കേട്ടോ, ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. എന്ത് എഴുതാം നമുക്ക്, p of n is true for all
n element of n. എല്ലാ നാച്ചുറൽ നമ്പറിലും ഇത് ട്രൂ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ മനസ്സിലായോ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്? സിമ്പിൾ ആണ്. ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ സ്റ്റെപ്പ്. പി ഓഫ് 1 ആദ്യം കാണാം. പി ഓഫ് കെ നമ്മൾ അസ്യൂം ചെയ്യാൻ ട്രൂ ആണെന്ന്. എന്നിട്ട് പി ഓഫ് കെ പ്ലസ് 1 കാണുമ്പോൾ കെ കഴിഞ്ഞിട്ടുള്ള ടൈം ആകുമ്പോൾ നമുക്ക് കെ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്തുള്ള ടൈം ആണ് വരിക എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണോ ആഡ് ചെയ്തത് അതേ സാധനം റൈറ്റ് ഹാൻഡ് സൈഡിലും ആഡ് ചെയ്തു. ഇവിടെ 3k+1 -1 എന്ന് പറയുമ്പോൾ ഈ 1 - 1 0 ആയിപ്പോ അപ്പൊ 3k മാത്രം വരും. അപ്പൊ അത് റൈറ്റ് ഹാൻഡ് സൈഡിലും 3k റൈറ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ അതിനെ ക്രോസ് ചെയ്തിട്ടൊക്കെ ശരിക്കും k+1 അവിടെ വരുമായിരുന്നെങ്കിൽ അല്ലെ, ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണോ വരിക അത് തന്നെയാണോ നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടുന്നത് നോക്കി. അത് തന്നെയാണെങ്കിൽ പി ഓഫ് k+1 ട്രൂ ആണ്. സോ ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മൾ എന്ത് എഴുതി? പി ഓഫ് n ഈസ് ട്രൂ ഫോർ ഓൾ n എലമെന്റ് ഓഫ് n എന്ന് എഴുതി. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. P of n is equal to 1 square plus 2 square plus 3 square plus etc plus n square equal to n into n plus 1 into 2n plus 1 by 6 എന്ന് കിട്ടിയിരിക്കണം അല്ലേ? നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ചെക്ക് വെദർ P of 1 is true. എന്താണ് P of 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യാം. P of 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ആദ്യം ചെയ്യേണ്ടേ? P of 1 എന്ന് പറയുമ്പോൾ ഇവിടത്തെ ആദ്യത്തെ എലമെന്റ് അല്ലേ? സോ 1 സ്ക്വയർ എന്ന് കിട്ടും. ഇനി അപ്പുറത്തുള്ളത് എന്താണ്? P of 1 ഈക്വൽ ടു അല്ല എഴുതേണ്ട, ഒരു കോളൻ ആണ് കേട്ടോ. അപ്പൊ P of 1 എന്ത് കിട്ടി? 1 സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഈക്വലിന് അപ്പുറത്തേക്ക് നമുക്ക് ഈക്വൽ ആണോ അല്ലേ എന്നുള്ളത് അറിയില്ല. സോ തൽക്കാലം നമുക്കിവിടെ ഈക്വൽ ഇടാം, അല്ലെങ്കിൽ ഈക്വൽ അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഇനി എന്നിന് എന്തിട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. അപ്പൊ 1 ഇൻറ്റു അല്ലെ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 ആണ്. അപ്പൊ എന്നിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു അല്ലെ 2 ഇൻറ്റു 1 പ്ലസ് 1 divided by 6 എന്ന് കിട്ടും. സോ മുകളിൽ എന്ത് വരും? 1 into then 1 plus 1 2 into 2 into 1 എത്രയാ? 2 plus 1 എത്രയാ? 3 എന്ന് വരും. സോ by 6 എന്ന് വരും. സോ 1 into 2 into 3 എത്ര കിട്ടും? 6 by 6 എന്ന് കിട്ടി. 1 എന്ന് കിട്ടിയോ? സോ അത് തന്നെയല്ലേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും കിട്ടി. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് 1 ഈക്വൽ ടു 1 എന്ന് കിട്ടി. Therefore നമുക്ക് എന്ത് എഴുതാം? P of 1 is true എന്ന് എഴുതാം. അപ്പൊ നമുക്ക് P of 1 ട്രൂ ആണെന്ന് കിട്ടി. ഇനി ബി ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ ബൈ അസ്യൂമിംഗ് ദാറ്റ് P of k is true, prove that P of k plus 1 is true എന്നതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ? അതായത് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. P of k എന്തായിരിക്കും എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. P of k എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? n ഉള്ളിടത്തൊക്കെ k അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇവിടെ എന്ത് വരും? P of k ഈക്വൽ ടു അല്ല P of k such that അല്ലെ? P of k കോളൻ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എന്നിട്ട് കൊടുക്കണം എന്നിന്റെ സ്ഥാനത്ത് k എന്നിട്ട് കൊടുക്കണം. സോ k സ്ക്വയർ ഈക്വൽ ടു k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ബൈ 6 എന്ന് കിട്ടും അല്ലെ? അപ്പൊ എങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അസ്യൂം ദാറ്റ് P of k is true എന്ന് നമ്മൾ കൊടുത്തു. അസ്യൂം ദാറ്റ് P of k is true. അപ്പൊ നമ്മുടെ P of k ട്രൂ ആണെന്ന് കിട്ടിയേ. ഇനി നമ്മൾ കാണേണ്ടത് എന്താ? P of k plus 1 കാണാം അല്ലെ? അപ്പൊ P of k plus 1 കാണാൻ പോവാണ്. P of k plus 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് വരും? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് k സ്ക്വയർ കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് എന്ത് വരും? k പ്ലസ് 1ന്റെ സ്ക്വയർ എന്ന് വരും. സോ ആ k പ്ലസ് 1 സ്ക്വയർ തന്നെ ഈ k സ്ക്വയർ വരെ നമുക്ക് കിട്ടി വെച്ചിട്ടുണ്ട് അല്ലെ? k സ്ക്വയർ വരെ നമ്മൾ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്താണ്? k ഇൻറ്റു k plus 1 into 2k plus 1 by 6 ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം എന്തും കൂടെ കൂട്ടാണ്? k plus 1 whole square കൂടെ കൂട്ടാണ്. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു ഭാഗം മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ കേട്ടോ. ഈക്വൽ ടു എന്നിട്ട് ഞാൻ അങ്ങനെ എഴുതി പോരുകയാണേ. അപ്പൊ ഈക്വൽ ടു എന്ത് വന്നു? k into k plus 1 into 2k plus 1 by 6 plus k plus 1 whole square എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇതിനെ ഞാൻ ബൈ 1 ഇട്ടു. എന്നിട്ട് നമ്മുടെ സാധാരണ ഭിന്നസംഖ്യകളെ കൂട്ടുന്ന പോലെ തന്നെ നമ്മൾ കൂട്ടി. അപ്പൊ എന്ത് വരും? ആദ്യം എന്ത് വരും? k into k plus 1 into 2k plus 1 into 1 എന്ത് വരും? k into k plus 1 into 2k plus 1 അല്ലേ? then plus 6k plus 1 whole square എന്ന് വരും അല്ലേ? അതായത് ഈ 6നെ k plus 1 whole square കൊണ്ട് ഗുണിക്കുമ്പോൾ 6 into k plus 1 whole square 6k plus 1 whole square എന്ന് കിട്ടി. ബൈ താഴെ എന്ത് വരും? 6 into 1 6 എന്നും കിട്ടി ആണല്ലോ. ഓക്കെ,
ഇനി നമ്മൾ നോക്കാം, ശരിക്കും ഇവിടെ പി ഓഫ് കെ പ്ലസ് വൺ ആയിരുന്നെങ്കിൽ, പി ഓഫ് കെ പ്ലസ് വൺ വരുമ്പോൾ ഇവിടെ ശരിക്കും എന്താ വരട്ടെ, ഈ കെയുടെ സ്ഥാനത്ത് നമ്മൾ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ നല്ലതാണ് കേട്ടോ. കെ പ്ലസ് വൺ വരണം. പിന്നെ ഈ കെ പ്ലസ് വണ്ണിന്റെ സ്ഥാനത്ത് എന്ത് വരണം, കെയുടെ സ്ഥാനത്തൊക്കെ കെ പ്ലസ് വൺ വരണം. സോ കെ പ്ലസ് വൺ പ്ലസ് വൺ വരും, ദാറ്റ് ഈസ് കെ പ്ലസ് ടു അല്ലെ. എന്നിട്ട് ഇവിടെ എന്ത് വരും, 2 ഇൻറ്റു കെ പ്ലസ് വൺ വരും, ദാറ്റ് ഈസ് 2k പ്ലസ് 2 പ്ലസ് 1 വരും, ദാറ്റ് ഈസ് 2k പ്ലസ് 3 ബൈ 6 എന്നാണ് ശരിക്കും വേണ്ടത്. അവിടെ എവിടെയെങ്കിലും സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ശരിക്കും കെ പ്ലസ് വണ്ണിന്റെ ആൻസർ ആയിട്ട് വരേണ്ടത്, പി ഓഫ് കെ പ്ലസ് വണ്ണിന്റെ ലാസ്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത് എനിക്ക് എന്താണ്, കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു ഇൻറ്റു 2k പ്ലസ് 3 ബൈ 6 എന്നതാണ് ആൻസർ ആയിട്ട് വരേണ്ടത് അല്ലെ. സോ നമുക്ക് ആദ്യം കെ പ്ലസ് വൺ വരണം. ഇവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ടോ, ഇവിടെ പ്ലസ് ഒക്കെ വന്നേക്കണം, അങ്ങനെ എല്ലാം ഇവിടെ ഇൻറ്റു ആയിട്ട് കിടക്കണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയപ്പോ ഇവിടെ ഒരു കെ പ്ലസ് വൺ ഉണ്ട്, ഇവിടെ ഒരു കെ പ്ലസ് വണ്ണിന്റെ സ്ക്വയർ ഉണ്ട്. എന്തിനെ പുറത്തേക്ക് എടുക്കാം, കെ പ്ലസ് വണ്ണിനെ പുറത്തേക്ക് എടുക്കാം അല്ലെ. അപ്പൊ കെ പ്ലസ് വണ്ണിനെ ഞാൻ പുറത്തേക്ക് എടുക്കും. കെ ഇൻറ്റു കെ പ്ലസ് വൺ ഇൻറ്റു 2k പ്ലസ് വൺ എന്ന് കെ പ്ലസ് വണ്ണ് പുറത്ത് വന്നാ ബാക്കി എന്താ ഉണ്ടാവുക, കെ ഇൻറ്റു 2k പ്ലസ് വൺ ഉണ്ടാവും അല്ലെ. പ്ലസ് 6k പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് കെ പ്ലസ് വൺ പുറത്ത് വന്നാൽ എന്താ ഉണ്ടാവുക, 6 ഇൻറ്റു കെ പ്ലസ് വൺ ഉണ്ടാവും. ഓക്കെ, ബൈ 6 ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി ഈക്വൽ ടു കെ പ്ലസ് വൺ ഇൻറ്റു, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഈ സാധനങ്ങളെ, കെ ഇൻറ്റു 2k സ്ക്വയർ എന്ന് വരും അല്ലെ, പ്ലസ് കെ ഇൻറ്റു 1 k എന്ന് വരും, പ്ലസ് 6 ഇൻറ്റു കെ 6k എന്ന് വരും, പ്ലസ് 6 ഇൻറ്റു 1 6 എന്ന് വരും അല്ലെ, ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടി. സോ ദാറ്റ് ഈക്വൽ ടു കെ പ്ലസ് വൺ ഇൻറ്റു എന്താ വരിക, 2k സ്ക്വയർ പ്ലസ് കെ പ്ലസ് 6k 7k എന്ന് കിട്ടും, പ്ലസ് 6 എന്ന് കിട്ടും ആണല്ലോ, ബൈ 6 താഴെയുണ്ടേ. ഇനി നിങ്ങൾ ഈ ജസ്റ്റ് ഈ കെ പ്ലസ് ടു ഇൻറ്റു 2k പ്ലസ് 3 ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി എവിടെയെങ്കിലും വെച്ചിട്ട്, ഈ കെ പ്ലസ് ടു ഇൻറ്റു 2k പ്ലസ് 3 ഞാൻ ഇത്തിരി മുകളിലേക്ക് എഴുതുന്നുണ്ട് കേട്ടോ, കെ പ്ലസ് ടു ഇൻറ്റു 2k പ്ലസ് 3, കാരണം നമുക്ക് അതാണ് ആൻസർ ആയിട്ട് വരേണ്ടത് നമുക്കറിയാം. സോ അതിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കണം. അപ്പൊ കെ പ്ലസ് ടു ഇൻറ്റു 2k പ്ലസ് 3 ഇതൊന്നും നമ്മുടെ ആൻസർ പേപ്പറിലൊന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, ഞാൻ ഇതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് എങ്ങനെ വന്നു എന്നുള്ളത്. സോ കെ ഇൻറ്റു 2k സ്ക്വയർ അല്ലെ, കെ ഇൻറ്റു പ്ലസ് 3 പ്ലസ് 3k, പിന്നെ 2 ഇൻറ്റു 2k പ്ലസ് 4k, പിന്നെ 2 ഇൻറ്റു 3 പ്ലസ് 6. ഓക്കെ, 2k സ്ക്വയർ പ്ലസ് 3k പ്ലസ് 4k 7k പ്ലസ് 6, ഇതേ സാധനം തന്നെയല്ലേ ഇതാ ഇവിടെ കിടക്കുന്നേ അല്ലേ. അപ്പൊ 2k സ്ക്വയർ പ്ലസ് 7k പ്ലസ് 6 പകരമായിട്ട് നമുക്ക് എന്ത് എഴുതാം, ഈക്വൽ ടു k പ്ലസ് 1 ഇൻറ്റു ഈ 2k സ്ക്വയർ പ്ലസ് 7k പ്ലസ് 6 പകരം എന്ത് എഴുതാം, k പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 3 എനിക്ക് എഴുതി കൂടെ, അങ്ങനെ നമ്മൾ എഴുതി അല്ലേ, ബൈ 6. അപ്പൊ നമുക്ക് k പ്ലസ് 1 വരികയാണെങ്കിൽ ഇവിടെ വരേണ്ട സാധനം കിട്ടിയില്ലേ, അതായത് കെയുടെ സ്ഥാനത്ത് കെ പ്ലസ് 1 ആയിരുന്നെങ്കിൽ എന്തായിരുന്നു വരേണ്ടത്, കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 3 എന്നായിരുന്നു വരേണ്ടത്, ബൈ 6 എന്നായിരുന്നു വരേണ്ടത്, വന്നു അല്ലെ. therefore നമുക്ക് എന്ത് എഴുതാം, പി ഓഫ് കെ പ്ലസ് 1 ഈസ് ഓൾസോ ട്രൂ എന്ന് നമ്മൾ എഴുതി. സോ ബി ക്വസ്റ്റ്യന്റെ ആൻസറും എഴുതി, പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് തെളിയിക്കാനല്ലേ പറഞ്ഞേക്കണേ. സോ ദാറ്റ് മീൻസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, is p of n is true for all natural numbers n എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാ പറയണം. ഒന്നുമില്ല, ജസ്റ്റിഫൈ ചെയ്യാൻ നിൽക്കൊന്നും വേണ്ട, നമ്മൾ ജസ്റ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി എഴുതേണ്ടത് ഇത്രേ ഉള്ളൂ, എന്താണ്, hence by principle of mathematical induction, p of induction p of n is true for all n element of n എന്ന് എഴുതി കഴിഞ്ഞാൽ പണി തീർന്നു. കിട്ടിയോ? ഇപ്പൊ ഇങ്ങനത്തെ മെത്തേഡ് സിമ്പിൾ അല്ലേ, ചെയ്യാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, പി ഓഫ് 1 കാണാം, പി ഓഫ് കെ അസ്യൂം ചെയ്യുക ട്രൂ ആണെന്ന്, പിന്നെ പി ഓഫ് കെ പ്ലസ് 1 നമ്മൾ കണ്ടുപിടിക്കുക ട്രൂ ആണ്. ഓക്കെ ആണല്ലോ. സോ സിമ്പിൾ അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Using the principle of mathematical induction, prove that 1 by 2 plus 1 by 4 plus 1 by 8 plus etc. plus 1 by 2 raised to n equal to 1 minus 1 by 2 raised to n ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലേ. സിമ്പിൾ ആണ്.
ഒന്നും ചെയ്യാനൊന്നുമില്ല കൂടുതൽ. ഓക്കെ, ഇപ്പൊ ചെയ്ത അതേ മെത്തേഡിൽ നമ്മൾ ഈ സാധനത്തിനെ ചെയ്താൽ മതി, നമുക്ക് കിട്ടും. നമുക്ക് ആദ്യം ഇതിനെ പി ഓഫ് എൻ എന്ന് പറഞ്ഞ് എടുത്ത് എഴുതാം. സോ ഇതെന്താ വരിക, 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര പ്ലസ് 1/2 റേസ് ടു n ഈക്വൽ ടു 1 മൈനസ് 1/2 റേസ് ടു n എന്നാ വരിക അല്ലെ, ആണല്ലോ. ഓക്കെ, എന്നിട്ട് പി ഓഫ് 1 കാണാം. പി ഓഫ് 1 എടുത്ത് കാണാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ കാണണം, കാരണം പി ഓഫ് 1 നമ്മുടെ ആവശ്യമാണ്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചാണ് നമ്മളൊരു സാധനം പ്രൂവ് ചെയ്യുന്നതെങ്കിൽ പി ഓഫ് 1 ഈസ് കമ്പൽസറി. ഓക്കെ, അപ്പൊ പി ഓഫ് 1 കാണാം. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആദ്യത്തെ എലമെന്റ്. അപ്പൊ 1/2 എന്ന് എഴുതി. ഇനി അപ്പുറത്ത് കൊടുത്ത് നോക്കി, 1 മൈനസ് 1/2 റേസ് ടു എന്നിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്, 1 ആണ്. സോ 1 ഈക്വൽ ടു 1 മൈനസ് 1/2 റേസ് ടു 1 എന്ന് പറയുമ്പോൾ 2 വരും. 1 മൈനസ് 1/2 1 അര പോയാ അര തന്നെയാണ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണ് അല്ലെ. ഇവിടെ അരാന്നാണ്, അപ്പുറത്തും അരാന്നാണ്. സോ therefore നമുക്ക് എന്ത് എഴുതാം, പി ഓഫ് 1 ഈസ് ട്രൂ എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് നമ്മൾ പി ഓഫ് കെ എടുക്കുന്നു. പി ഓഫ് കെ എന്തായിരിക്കും വരിക, എന്നിന്റെ സ്ഥാനത്തൊക്കെ കെ ഇട്ട് കൊടുക്കുക. അപ്പൊ 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര പ്ലസ് 1/2 റേസ് ടു കെ എന്ന് കൊടുക്കുക ഈക്വൽ ടു 1 മൈനസ് 1/2 റേസ് ടു കെ എന്നായിരിക്കും ആൻസർ കിട്ടുക, ആണല്ലോ. എന്നിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു, അസ്യൂം ദാറ്റ് എന്താണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, പി ഓഫ് കെ ഈസ് ട്രൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു അല്ലെ. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ പി ഓഫ് കെ പ്ലസ് 1 കാണുന്നു. കണ്ടോളൂ, പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, പി ഓഫ് കെ പ്ലസ് 1 എന്തായിരിക്കും, 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര 1/2 റേസ് ടു കെ എന്ന് പറയുമ്പോൾ 1/2 റേസ് ടു കെ എന്ന് പറയുമ്പോൾ പി ഓഫ് കെ വരെ എത്തി. പ്ലസ് എന്ത് ചെയ്യണം, പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുമ്പോൾ 2 റേസ് ടു കെ പ്ലസ് 1 കൂടെ ആഡ് ചെയ്യണം. ഈക്വൽ ടു 1 മൈനസ് 1/2 റേസ് ടു കെ. നമ്മൾ ഇവിടെ ആഡ് ചെയ്തത് എന്താണ്, 1/2 റേസ് ടു കെ പ്ലസ് 1 ആണ് ആഡ് ചെയ്തത് അല്ലെ. അപ്പൊ അതങ്ങനെ ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ശരിക്കും പി ഓഫ് കെ പ്ലസ് 1 കാണുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ ആൻസർ വരേണ്ടത്, 1 മൈനസ് 1/2 റേസ് ടു കെ പ്ലസ് 1 വന്നാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം ഇതെങ്ങനെയാണ് വരിക എന്നുള്ളത്. അപ്പൊ ഈക്വൽ ടു 1 മൈനസ് 1/2 റേസ് ടു കെ പ്ലസ് 1/2 റേസ് ടു കെ പ്ലസ് 1 ആണല്ലോ കിട്ടിയേക്കണേ അല്ലെ, ആണല്ലോ. ഓക്കെ, പി ഓഫ് കെ പ്ലസ് 1 കാണുമ്പോഴായാലും നമുക്ക് ഇവിടെ 1ന്റെ ആവശ്യമുണ്ട്, 1 മൈനസിന്റെ ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അതിന് ശേഷമുള്ള സാധനത്തിനെ മാത്രം ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 1 മൈനസ് അവിടെ കിടന്നോട്ടെ. 1 into 2 raised to k plus 1 എത്ര വരും, 2 raised to k plus 1 എന്ന് വരും അല്ലെ. ദെൻ ഇവിടെ എന്ത് വരും, 1 into 2 raised to k എന്ത് വരും, പ്ലസ് 2 raised to k എന്ന് വരും അല്ലെ. ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും, 2 raised to k into 2 raised to k plus 1 എന്ന് വരും അല്ലെ. ഓക്കെ, അതങ്ങനെ കിടക്കട്ടെ. ഇനി ഈക്വൽ ടു 1 മൈനസ് ഈ 2 raised to k plus 1 നമുക്ക് എങ്ങനെ എഴുതാം, 2 raised to k into 2 എന്ന് എഴുതി കൂടെ അല്ലെ. അതായത് a raised to m into a raised to n ന്റെ ആൻസർ a raised to m plus n ആണെങ്കിൽ a raised to m plus n that is 2 raised to k plus 1 നമുക്ക് എങ്ങനെ എഴുതാം, 2 raised to k into 2 raised to 1 that is 2 എന്ന് എഴുതാം അല്ലെ. പ്ലസ് 2 raised to k ഡിവൈഡഡ് ബൈ എന്ത് വരും, 2 raised to k into 2 raised to k plus 1 എന്ന് വരും അല്ലെ. ഇനി ഇത് ഈക്വൽ ടു എന്താ വരും, 1 മൈനസ് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്, 2 raised to k ഉണ്ട് അല്ലെ. ഇവിടെയും 2 raised to k ഉണ്ട്, ഇവിടെയും 2 raised to k ഉണ്ട്. സോ 2 raised to k നെ ഞാൻ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താണ്ടാവുക, 2 raised to k പുറത്ത് വന്നു കഴിഞ്ഞാൽ 2 raised to k into 2 2 raised to k പുറത്ത് വന്നാൽ 2 ഉണ്ടാവും. ദെൻ മൈനസ് 2 raised to k നെയാണ് ഞാൻ പുറത്തേക്ക് എടുത്തേക്കുന്നത് കേട്ടോ, അതും കൂടെ ശ്രദ്ധിക്കണേ. മൈനസ് 2 raised to k നെയാണ് പുറത്ത് വന്നേക്കുന്നത്. അപ്പൊ മൈനസ് 2 raised to k into 2 എന്ന് പുറത്ത് വന്നപ്പോ 2 എന്ന് വന്നു. ദെൻ 2 raised to k എന്ന് മൈനസ് 2 raised to k പുറത്ത് വന്ന ബാക്കി എന്താണ്ടാവുക, മൈനസ് 1 എന്നുണ്ടാവും ഡിവൈഡഡ് ബൈ 2 raised to k into 2 raised to k plus 1 എന്ന് വരും അല്ലേ. ഓക്കെ, എന്തൊക്കെ വേണ്ടി പോവും, ഈ 2 raised to k യും ഈ 2 raised to k യും വേണ്ടി പോയി. ലാസ്റ്റ് എന്താ ഉണ്ടാവുക, 1 മൈനസ് 2 മൈനസ് 1 എത്രയാ, 1/2 raised to k plus 1 എന്ന് വരും അല്ലെ. ഇതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പി ഓഫ് കെ പ്ലസ് 1 എന്താവണമായിരുന്നു, 1 മൈനസ് 1/2 raised to k plus 1 ആവണമായിരുന്നു ആയില്ലേ. therefore നമുക്ക് എന്ത് എഴുതാം, പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ ആയതുകൊണ്ട് തന്നെ ഹെൻസ് എന്തെഴുതാം, by principle of mathematical induction, hence by principle of
മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റും P of n is true for all n element of n അല്ലേ? ഇൻഡക്ഷൻ P of n is true ഇത്ര എഴുതിയാലും മതി, for all അല്ലെങ്കിൽ for all natural numbers എഴുതിയാലും മതി, അല്ലെങ്കിൽ P of n is true എന്ന് മാത്രം എഴുതിയാലും മതി. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു സംഭവം മാത്രം ക്രോസ് ചെയ്യേണ്ടത്, അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്ത് വരുമായിരുന്നു, എന്ത് k+1 ആണെങ്കിൽ എന്ന് ആലോചിക്കുക. എന്നിട്ട് അതിലെ ഇവിടെ ഏതെങ്കിലുമൊക്കെ എലമെന്റ് ഉണ്ടെങ്കിൽ അതിനൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇവിടെ 1 എന്നുള്ളത് ഇവിടെ നമുക്ക് ആവശ്യമായിരുന്നു അല്ലെ, 1 - 1/2 k+1 എന്നായിരുന്നു വരേണ്ടത്. സോ 1 - ഞാൻ ഒന്നും ചെയ്തില്ല, ബാക്കിയുള്ളതിനെ ചെയ്ത് പോന്നു, നമുക്ക് ആൻസർ കിട്ടി. ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് മറ്റൊരു മോഡലാണ്, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ മറ്റൊരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ സാധനം. ഞാൻ പറഞ്ഞിരുന്നു ഒരു 3 തരത്തിലോ ഏകദേശം ഒരു 3 തരത്തോളം പ്രോബ്ലംസ് ഇതിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതിലെ മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്. കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് P of n is equal to 7n - 3n is divisible by 4 എന്നാണ് പറയുന്നത്. ഓക്കെ, P of n എന്താണ്? 7n - 3n ആണ്. അത് divisible by 4 എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഷോ ദാറ്റ് P of 1 is true എന്ന് കാണിക്കണം. പിന്നെ വെരിഫൈ ബൈ ദ method of mathematical induction that P of n is true for all n element of n എന്ന് നമ്മൾ തെളിയിക്കണം അല്ലെ. ഓക്കെ, തെളിയിച്ചേക്കാം. അപ്പൊ നമ്മൾ ആദ്യം എന്തെടുക്കണം? P of 1 കാണണം അല്ലെ. P of 1 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒന്നാമത്തെ എലമെന്റ് രണ്ടാമത്തെ എലമെന്റ് അങ്ങനെയൊന്നുമില്ല. ആണോ? P of n നേരിട്ട് തന്നേക്കണം, 7n - 3n എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നേക്കണം. അത് 4ന്റെ ഡിവിസിബിൾ ആണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തന്നേക്കണം. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം? P of 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7n സ്ഥാനത്തൊക്കെ 1 ഇട്ട് കൊടുക്കുക. -3 7 എന്ന് പറഞ്ഞാൽ 7 ആണ്, -3 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 7 - 3 4 ഡിവിസിബിൾ ബൈ 4 അല്ലേ. സോ നമുക്ക് എന്ത് എഴുതാം? 4 ഈസ് ഡിവിസിബിൾ ബൈ 4. 4 എന്ന് പറഞ്ഞാൽ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സാധനമാണ് അല്ലെ. അപ്പൊ 4 ഈസ് ഡിവിസിബിൾ ബൈ 4. Therefore P of 1 is true. തെളിയിച്ചില്ലേ P of 1 ട്രൂ ആണെന്ന്? ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സാധാരണ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ചെയ്യുന്ന പോലെ തന്നെ എന്തിനെടുക്കണം? P of k നെ എടുക്കണം. P of k എന്തായിരിക്കും? 7k - 3k എന്നിട്ട് നമ്മൾ എന്ത് എഴുതും? ഈസ് ഡിവിസിബിൾ ബൈ 4 എന്ന് എഴുതി. മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് ഇവിടെ ഡിവിസിബിൾ എന്ന് തന്നുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ എഴുതാം. ഈസ് ഡിവിസിബിൾ ബൈ 4 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ 7k - 3k എന്ന് പറയുന്നത് 4ന്റെ ഡിവിസിബിൾ ആണ് എന്ന് എഴുതി വെച്ചു. Assume that P of k is true. ഓക്കെ, നമ്മൾ അത് ട്രൂ ആയിട്ട് എടുത്തു. Assume that P of k is true. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? P of k+1 ട്രൂ ആണെന്ന് തെളിയിക്കണം അല്ലെ. അപ്പൊ നമ്മൾ എടുക്കുകയാണ്, അതായത് B ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. A ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഇനി P of k+1 നമ്മൾ എഴുതുകയാണ്. P of k+1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ഇവിടെ, കാരണം ഇവിടെ മറ്റേ ഇതൊന്നുമില്ല, ലെഫ്റ്റ് ഹാൻഡ് സൈഡോ റൈറ്റ് ഹാൻഡ് സൈഡോ ഒന്നുമില്ല. അപ്പൊ നമ്മൾ നേരിട്ട് k+1 തന്നെ n ഇട്ട് കൊടുക്കുക. അപ്പൊ 7k+1 P of k+1 എന്ന് പറയുമ്പോൾ n സ്ഥാനത്ത് k+1 ഇട്ട് കൊടുക്കുക. അപ്പൊ 7k+1 - 3k+1 എന്നുള്ളത് 4ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് നമ്മൾ തെളിയിച്ചെടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു? 7k+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 7k × 7 എഴുതി കൂടെ? അതായത് a⁻m+ എന്നുള്ള മോഡലുള്ള സാധനത്തിനെ നമ്മൾ a⁻m × a⁻n എന്നുള്ള ഫോമിൽ എഴുതി. 7k × 7/1 എഴുതണമായിരുന്നു, പക്ഷെ 7 എഴുതി. 7/1 എന്ന് പറഞ്ഞാൽ 7 തന്നെയാണ്. -3k+1 എന്ന് പറഞ്ഞാലോ 3k × 3 എന്ന് എഴുതാം അല്ലെ. ഓക്കെ, നമ്മൾ അങ്ങനെ എഴുതി. ഇനിയോ നമുക്ക് ഇവിടെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. 7k - 3k എന്ന് പറഞ്ഞാൽ P of k ആണ്, പക്ഷെ നമ്മളത് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 4 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആണല്ലോ. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7നെ ഇവിടെ തന്നിരിക്കുന്ന 3a+ സംതിങ് ആയിട്ട് എഴുതാൻ പറ്റുമോ നോക്കി. അപ്പൊ നമുക്കറിയാം 7k × 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3a+ 4 ആണ് അല്ലെ. സോ അങ്ങനെ എഴുതി. ബാക്കിയുള്ളതിന് അങ്ങനെ തന്നെ കിടന്നോട്ടെ, 3k × 3 തന്നെ കിടന്നോട്ടെ. ഇനി എന്ത് വരും? ഇതിനെ ഗുണിക്കുമ്പോൾ 7k × 3 7k × 3 എന്ന് വരും അല്ലെ. പിന്നെ 7k × 4 എത്ര വരും? 7k × 4 എന്ന് വരും. -3k × 3 അങ്ങനെ തന്നെ കിടക്കട്ടെ, 3k × 3. ഇവിടെ നോക്കി, ഇവിടെ ഒരു 3
ഇവിടെ ഒരു 3 അല്ലേ? സോ അതിന് രണ്ടിന്ന് നമുക്ക് 3നെ പുറത്തേക്ക് എടുത്തൂടെ? അപ്പൊ 3നെ പുറത്തേക്ക് എടുത്തു. 7 raised to k into 3 എന്ന് 3 പുറത്ത് വന്നാൽ ബാക്കി എന്തുണ്ടാവും? 7 raised to k ഉണ്ടാവും അല്ലെ? ഇനി 3 raised to k into 3 എന്ന് 3 പുറത്ത് വന്നാൽ ബാക്കി എന്തുണ്ടാവും? -3 raised to k into 3 ആണേ. അപ്പൊ അതിന് 3 പുറത്ത് വന്നാൽ എന്തുണ്ടാവും? -3 raised to k അല്ലെ? പ്ലസ് 7 raised to k into 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 into 7 raised to k എന്ന് എഴുതാം അല്ലെ? ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ 3 into 7 raised to k minus 3 raised to k. അത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണോ അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 4 ആണോ? നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് 7 raised to k minus 3 raised to k എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 4 ആണ്. അതിനെ ഒരു 3 കൊണ്ട് ഗുണിച്ചു എന്ന് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റം വല്ലതും ഉണ്ടാവോ? ഇല്ല. അപ്പൊ നമുക്ക് എഴുതാം സിൻസ് 7 raised to k minus 3 raised to k is divisible by 4. Divisible by 4. എന്തും ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. 3 into 7 raised to k minus 3 raised to k is also divisible by 4. Okay, is also divisible by 4. Okay. ഇനി അടുത്ത സംഖ്യ നോക്കൂ. 4 into 7 raised to k. 4 into 7 raised to k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം 4 കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്തേക്കണം അല്ലെ? പിന്നെ 7 raised to k വന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. 4 into 7 raised to k is also divisible by 4. ഓക്കെ, അതായത് അവിടെ ഓൾറെഡി 4 വന്നിട്ടുണ്ട്. സോ അത് ഡിവിസിബിൾ ബൈ 4 തന്നെ ആയിരിക്കും. ഓക്കെ, ആൾസോ ഡിവിസിബിൾ ബൈ 4. അപ്പൊ നമുക്കറിയാം എന്ത് 7 raised to k minus 3 raised to k divisible by 4 ആണെന്ന് നമ്മൾ p of k എടുത്തപ്പോൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ 3 into 7 raised to k minus 3 raised to k divisible by 4 ആയിരിക്കും. പിന്നെ ഇപ്പുറത്ത് കിടക്കുന്ന 4 into 7 raised to k ആണ്. 4 into 7 raised to k യും നമുക്കറിയാം 4 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട് ഇവിടെ അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും എന്ന് മനസ്സിലായി. അപ്പൊ ഈ രണ്ട് സംഖ്യകളും ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ സമ്മും ഇവിടെ ചെയ്തേക്കുന്നത് എന്താണ്? ഇതേ പ്ലസ് ഇതാണ് അല്ലെ? അപ്പൊ ഇത് ഡിവിസിബിൾ ബൈ 4 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. 4 into 7 raised to k ഡിവിസിബിൾ ബൈ 4 ആണ് കണ്ടുപിടിച്ചു. ഓട്ടോമാറ്റിക്കലി അതിന്റെ സമ്മും ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. അത് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. മൾട്ടിപ്പിൾ ആയാലും ഡിവിസിബിൾ ആയാലും രണ്ട് സെയിം സംഖ്യയുടെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ, ഇപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ ആണ് ഒരു സംഖ്യ, അടുത്ത സംഖ്യ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിനെ ആഡ് ചെയ്താലും മൈനസ് ചെയ്താലും ഒക്കെ കിട്ടുന്നത് 4ന്റെ മൾട്ടിപ്പിൾ തന്നെയായിരിക്കും. ഓക്കെ, 5ന്റെ മൾട്ടിപ്പിൾ ആണ് ആദ്യത്തത്, രണ്ടാമത്തത് 5ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിനെ ആഡ് ചെയ്താൽ കിട്ടുന്നതും 5ന്റെ മൾട്ടിപ്പിൾ തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഈ രണ്ട് സംഖ്യകൾ 4ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ therefore നമുക്ക് എന്ത് എഴുതാം? p of k plus 1 is also divisible by 4 അല്ലെ? is also divisible by 4. അപ്പൊ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിച്ചു p of k plus 1 ഉം divisible by 4 ആണെന്ന്. therefore നമുക്ക് എന്ത് എഴുതാം? p of n is true for all n element of n എന്ന് എഴുതാം. ഇതിനു മുമ്പ് ഒരു വേർഡും കൂടെ വേണം. എന്താണ്? by mathematical induction. Okay, therefore by mathematical induction p of n is true for all n element of n എന്ന് എഴുതിയാൽ മതി. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്, അല്ലെങ്കിൽ ഇത് മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അത് ഏകദേശം നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്ന അതേ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് അല്ലെ? 3 raised to 2n plus 2 minus 8n minus 9 is divisible by 8 എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലെ? ഇത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ബാധകമാണ് എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യണം. നോക്കൂ, എല്ലാ ക്വസ്റ്റ്യനെയും പ്രത്യേകത ഇതെല്ലാം 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ എന്നതാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കാം പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ നിന്ന് നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യന്റെ മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ 4 മാർക്കാണ്. പക്ഷെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 4 മാർക്ക് സിമ്പിൾ ആയി ഇങ്ങോട്ട് പോരുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വെരിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ n equal to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതാം? ആദ്യം നമുക്ക് p of n എന്ന് അതിനെടുക്കാം. p of n എന്ന് പറഞ്ഞാൽ എന്താണ്? 3 raised to n 2n plus 2 അല്ലെ? 3 raised to 2n plus 2 minus 8n minus 9 is divisible by 8 എന്നുള്ളതാണ് p of n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് ആദ്യം p of 1 കാണാം. അപ്പൊ p of 1 എന്ന് പറയുമ്പോൾ n ന്റെ സ്ഥാനത്തൊക്കെ 1 ഇട്ട് കൊടുക്കാം. അപ്പൊ 3 raised to 2 into 1 2 plus 2 അല്ലെ? മൈനസ് 8 into n ന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. അപ്പൊ 1 minus 9 that is 3 raised to 2 plus 2 എന്ന് പറയുമ്പോൾ 4 minus 8 into 1 എന്ന് പറയുമ്പോൾ 8 minus 9 എന്ന് വരും.
3 raised to 4 എത്രയാ? 3 into 3 into 3 into 3 എത്ര വരും? 81 അല്ലെ? 81 minus 8 minus 9 equal to എത്രയെന്നാ വരിക? 81 എന്ന് 8 പോയി കഴിഞ്ഞാൽ എത്ര വരും? 73 എന്ന് വരും. 73 എന്ന് 9 പോയി കഴിഞ്ഞാൽ എത്ര വരും? 73 എന്ന് 9 പോയി കഴിഞ്ഞാൽ 64 എന്ന് വരും അല്ലെ? സോ 64 എന്ന് പറയുന്നത് 8ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അല്ലെങ്കിൽ 64 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 8 അല്ലേ? ആണല്ലേ? സോ നമുക്ക് എഴുതാം therefore P of 1 is true എന്ന് എഴുതാം അല്ലെ? അതിന് മുമ്പ് 64 is divisible by 8 എന്ന് എഴുതാം. എന്നിട്ട് P of 1 is true എന്ന് പറഞ്ഞ് എഴുതാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ബി ക്വസ്റ്റിലേക്ക് പോവാം. ദാറ്റ് മീൻസ് എ ആയാലും ബി ആയാലും ഒക്കെ നമ്മളത് ചെയ്തേ പറ്റൂ അല്ലെ? അപ്പൊ ബി ക്വസ്റ്റിലേക്ക് പോവാം. ബി ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ പി ഓഫ് കെ എടുക്കണം അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം പി ഓഫ് കെ എടുക്കാം. പി ഓഫ് കെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? 3 raised to 2k plus 1 minus 8k minus 9 is divisible by 8 എന്ന് നമ്മൾ എടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? assume that p of k is true എന്ന് എഴുതി അല്ലെ? നമ്മൾ assume ചെയ്തു p of k true ആണെന്ന്. അപ്പൊ assume that p of k is true. ഓക്കെ, അപ്പൊ p of k true ആണെന്ന് നമ്മൾ assume ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നീ ചെയ്യേണ്ട പരിപാടി എന്താ? അടുത്ത സ്റ്റെപ്പ് എന്താ? p of k plus 1 എഴുതണം അല്ലെ? p of k plus 1 നമ്മൾ എഴുതുക. p of k plus 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? 3 raised to 2 into k യുടെ സ്ഥാനത്തൊക്കെ k plus 1 കൊടുക്കുക. അപ്പൊ k plus 1 plus 1 അല്ലെ? മൈനസ് 8 into k plus 1 മൈനസ് 9 എന്ന് വരും അല്ലെ? എന്നിട്ട് നമ്മൾ എന്ത് എഴുതും? 3 raised to ഇതിന് ഓപ്പൺ ചെയ്യുമ്പോൾ 2k plus 2 എന്ന് വരും അല്ലെ? അപ്പൊ 3 raised to 2k plus 2 plus 1 മൈനസ് 8k പ്ലസ് പ്ലസ് അല്ല, അവിടെ മൈനസ് 8 into 1 എന്ത് വരും? മൈനസ് 8 വരും അല്ലെ? മൈനസ് 9 എന്ന് വന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇനിയാണ് സ്റ്റെപ്പുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇവിടെ പി ഓഫ് കെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് ട്രൂ ആണ് അല്ലെ? ദാറ്റ് ഈസ് 3 raised to 2k plus 1 minus 8k minus 9 is divisible by 8 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കട്ടിയുണ്ട്. പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഈ ഒരു സാധനം ഉപയോഗിച്ചായിരിക്കും. ഓക്കെ, അപ്പൊ 3 raised to 2k plus 1 minus 8k minus 9 എന്ന് ഈ സാധനത്തിന് എങ്ങനെയെങ്കിലും എഴുതാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കാം. 3 raised to 2k plus 1 minus 8k minus 9 എന്ന് എഴുതാം. ഓക്കെ, അതിന് എഴുതാൻ പറ്റുമോ ഇല്ലേ നോക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇവിടെ 3 raised to 2k plus 1 എന്നിവിടെ ഉണ്ട് അല്ലെ? ഈ 2k plus 1 ഉണ്ട്. ഈ പ്ലസ് 2 ഞാനിപ്പോ ഈ ലാസ്റ്റിലേക്ക് എഴുതുകയാണേ. എന്നിട്ട് മൈനസ് 8k ഇതിനൊന്നും ഞാൻ ഒന്നും ചെയ്യുന്നില്ല. മൈനസ് 8 മൈനസ് 9 ഒക്കെ അങ്ങനെ തന്നെ കിടക്കട്ടെ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 raised to 2k plus 1 അങ്ങനെ തന്നെ കിടക്കട്ടെ. ഈ പ്ലസ് 2വിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് 3 raised to 2k plus 1 into 3 square എന്ന് എഴുതിയ പ്രശ്നമുണ്ടോ? ഓക്കെ, a raised to m plus n അല്ലെ? ഇതിലെ 2k plus 1 എന്നുള്ളത് m ആയിട്ട് എടുക്കാം പ്ലസ് n, ദാറ്റ് ഈസ് 3 raised to m plus n എന്നുള്ളതിനെ 3 raised to m into 3 raised to n എന്ന് എനിക്ക് എഴുതാം അല്ലെ? അപ്പൊ 3 raised to 2k plus 1 into 3 square എന്ന് എഴുതി. ഈ 2k plus 1 നമ്മൾ വേണമെങ്കിൽ 3 raised to 2k into 3 raised to 1 എന്നൊക്കെ എഴുതാം. പക്ഷെ അങ്ങനെ എഴുതാത്ത എന്തുകൊണ്ടാ? ഇവിടെ ഈ സാധനം ഉള്ളത് കൊണ്ടാണ്. ഇനി മൈനസ് അല്ലെ? into 3 square മൈനസ് 8k മൈനസ് 8 മൈനസ് 9. ഓക്കെ, അപ്പൊ ഇത് 3 square ആണ്. ഈ സാധനം എന്താണ്? 3 square ആണ്. ഇനി എനിക്കിവിടെ ഈ 3 raised to 2k plus 1 മൈനസ് 8k മൈനസ് 9 എന്ന് എഴുതണമെങ്കിൽ ഈ 3 സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കണം അല്ലെ? കാരണം ഇവിടെ 3 raised to 2k plus 1 മാത്രമേ ഉള്ളൂ. അപ്പൊ 3 സ്ക്വയറിനെ എനിക്ക് പുറത്തേക്ക് എടുത്താലേ അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ 3 സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കണമെങ്കിൽ 9 വെച്ചിട്ടുള്ള സാധനത്തിനെ പുറത്തേക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യുന്ന സംഭവം ഇവിടെ വന്നിരിക്കുന്ന ഈ 3 സ്ക്വയർ ഉണ്ടല്ലോ, അതിന്റെ ആൻസർ എത്രയാണ്? 9 ആണ് അല്ലെ? ആ 9നെ വെച്ച് ഈ 8k നെ ഗുണിക്കുക. അപ്പൊ എത്ര കിട്ടും? 72k. ആ 9നെ വെച്ച് ഈ 9നെയും ഗുണിക്കുക, 81 കിട്ടും അല്ലെ? അപ്പൊ 9 വെച്ച് 8k നെ ഗുണിച്ചപ്പോ നമുക്ക് എത്ര കിട്ടി? 72k എന്ന് കിട്ടി. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. 3 raised to 2k plus 1 into 3 സ്ക്വയറിനെ ഞാൻ തൽക്കാലം 9 എന്ന് എഴുതി. ഓക്കെ, എന്നിട്ട് ഞാൻ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞോളൂ. എന്ത് ചെയ്യണം? ആ 9 വെച്ചിട്ട് ഈ 8k നെ ഗുണിക്കാം. മൈനസ് 8k നെ ഗുണിക്കുമ്പോൾ മൈനസ് 72k എന്ന് വരും. പക്ഷെ നമുക്ക് ഇക്വേഷൻ അങ്ങനെയൊന്നും മാറ്റി വെറുതെ അങ്ങോട്ട് എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് എഴുതി? പ്ലസ് 72kയും ഇവിടെ എഴുതി. ഓക്കെ, മൈനസ് 72k ഉണ്ടെങ്കിൽ പ്ലസ് 72k രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയി 0 ആയിട്ടായിരിക്കും വരിക അല്ലെ? ഇനി ഈ 9 ഇൻറ്റു എന്തും കൂടെ ചെയ്യാം? ഈ മൈനസ് 9 കൂടെ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 81
പിന്നെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് പ്ലസ് 81 എഴുതി. പിന്നെ ഈ സാധനത്തിന് നിങ്ങൾ മറന്നു പോകരുത്, അതോടെ എഴുതി വെക്കണം -8k -8 -9. ഓക്കെ, ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് ഇവിടെ 9 ഉണ്ട്, ഈ -72k 9 ഉണ്ട്, ഈ -81 9 ഉണ്ട്. ഇതൊന്നും എല്ലാത്തും 9 പുറത്തേക്ക് എടുക്കുക. എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണോ. അപ്പൊ 9 പുറത്തേക്ക് എടുത്തപ്പോ എന്ത് വരും? 3^2k + 1 × 9 എന്ന് 9 പുറത്ത് വന്നാൽ 3^2k + 1 അല്ലേ. ഇനി -72k 9 പുറത്ത് വന്നാൽ -8k. ഇനി -81, ഈ 72k എടുക്കണ്ട, ഈ -81 9 പുറത്ത് വന്നാൽ ബാക്കി എത്ര ഉണ്ടാവും? -9 ഉണ്ടാവും അല്ലെ. ഇനി ബാക്കിയുള്ളതൊക്കെ അതേപോലെ എഴുതാം. ഏതൊക്കെയാണ്? +72k ഉണ്ട്, പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു -8k ഉണ്ട്, ഇവിടെ ഒരു +81 ഉണ്ട്, ഇവിടെ -8 -9 ഉണ്ട്. ഓക്കെ, ഇനി ഒന്നൊന്ന് റിയലൈസ് ചെയ്ത് എഴുതാം നമുക്ക്. 9 × 3^2k + 1 -8k -9 എന്ന് ഇവിടെ കിട്ടി. ഇനി 72k -8k എത്ര ഇടാ? 72 8 പോയാ 64k അല്ലെ, 64k എന്ന് കിട്ടി. ഇനിയോ 81 -8 -9 എത്ര കിട്ടും? 81 - 8 നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട് അവിടെ. 81 - 8 -9 എത്ര കിട്ടിയേ? 64 എന്ന് കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? +64 എന്ന് വരും ചെയ്തു. ഓക്കെ, ഇനി ഓരോന്നോരോന്നായിട്ട് എടുത്തേ. നമുക്ക് എന്താണെന്നാ പ്രൂവ് ചെയ്യേണ്ട? ഇത് ഡിവിസിബിൾ ബൈ 8 ആണെന്നാ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ 3^2k + 1 -8k -9 ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഡിവിസിബിൾ ബൈ 8 ആണെന്ന്. സോ therefore 9 × 3^2k + 1 അല്ലെ -8k -9 ഈസ് ഡിവിസിബിൾ ബൈ എന്തായിരിക്കും? 8 ആയിരിക്കും അല്ലെ. പിന്നെ ഓൾറെഡി ഇപ്പുറത്ത് കിട്ടിയിട്ടുണ്ട് 64k എന്ന് പറഞ്ഞാൽ 8ന്റെ മൾട്ടിപ്പിൾ ആണ്, ഉറപ്പാണല്ലോ 64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ 64 8ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ അതൊക്കെ എഴുതാം. 64k ഈസ് മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് എഴുതാം. ആൾസോ 64 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് എഴുതാം. ദെൻ therefore p of k + 1 എന്താണ്? ഈസ് ട്രൂ, അല്ലെങ്കിൽ p of k + 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 8 അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 8 ആയിരിക്കും അല്ലെ. ആ വാല്യൂസ് മൊത്തം ഡിവിസിബിൾ ബൈ 8 ആയിരിക്കില്ലേ. സോ നമ്മൾ എന്ത് എഴുതി? p of k + 1 ഈസ് ട്രൂ എന്ന് എഴുതി. എന്നിട്ട് എന്ത് എഴുതണം? ഹെൻസ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ത് എഴുതണം? p of n is true for all natural numbers, അല്ലെങ്കിൽ this statement is true for all natural numbers എന്ന് എഴുതണം. ക്ലിയർ ആണോ? സോ അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. p of 1 കാണണം, p of k കാണണം, p of k + 1 നമ്മൾ ട്രൂ എന്ന് പ്രൂവ് ചെയ്ത് വരണം. p of k നമ്മൾ അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ഇത്രേ ഉള്ളൂ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന സാധനത്തിൽ ചെയ്യാൻ. 4 മാർക്ക് സിമ്പിൾ ആയിട്ട് നേടാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ളത്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. നമ്മൾ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ അല്ലെ. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ക്ലിയർ ആണല്ലോ. ഓക്കെ, നമുക്കപ്പോ അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് കണ്ടുമുട്ടാം. അപ്പൊ അതുവരേക്കും താങ്ക് യു ആൻഡ് താങ്ക് യു വെരി മച്ച്.